അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലിന്റെ ഭയം നിലനിൽക്കെ ഇറാന്റെ വാർ റൂം പൂർണ്ണമായും സജ്ജമാണെന്നും ഏത് ശത്രു നടപടിക്കും നിർണായക പ്രതികരണം നൽകാൻ രാജ്യം തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു ഇറാൻ സൈന്യം. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ കമ്മിറ്റിക്ക് മുമ്പാകെ നടത്തിയ ഒരു ബ്രീഫിംഗിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സിന്റെ ഒരു മുതിർന്ന കമാൻഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാൻ തങ്ങളുടെ സൈനിക നയതന്ത്ര ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. പാർലമെന്ററി കമ്മിറ്റി വക്താവ് ഇബ്രാഹിം റസായിയുടെ അഭിപ്രായത്തിൽ ഞായറാഴ്ചത്തെ യോഗത്തിൽ കമാൻഡർ പ്രാദേശിക സ്ഥിതിഗതികൾ, സൈനിക വിന്യാസങ്ങൾ, നിലവിലെ സുരക്ഷാ സാഹചര്യം എന്നിവയെക്കുറിച്ച് വിശദമായ ഒരു വിശദീകരണം നൽകി. എല്ലാ പ്രവർത്തന പദ്ധതികളും ഒരു സാധ്യതയുള്ള സംഘർഷത്തെ നേരിടാൻ തയ്യാറാണെന്നും ഏത് ആക്രമണത്തിനും യുദ്ധക്കളത്തിൽ നേരിട്ട് മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് ശത്രുക്കളെക്കാൾ ഇന്റലിജൻസ് മുൻതൂക്കമുണ്ടെന്നും US ഉൾപ്പെടെയുള്ള എതിർ ശക്തികളുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കമാൻഡർ അവകാശപ്പെട്ടു. US ഒരു നീക്കം നടത്തി ഇറാനെ ആക്രമിച്ചാൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിൽ അകപ്പെടുമെന്നും ബ്രീഫിംഗ് മുന്നറിയിപ്പ് നൽകിയതായി റസായി പറഞ്ഞു. മേഖലയിലുടനീളമുള്ള US സൈനിക സാമ്പത്തിക താൽപര്യങ്ങൾ തങ്ങളുടെ പ്രവർത്തന പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ നിലവിലെ മിസൈൽ ശേഷിയെയും ആക്രമണ സൈനിക ശക്തിയെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു. 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാന്റെ സൈനിക ശേഷി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ഇതുവരെ പ്രകടമാക്കിയതിനേക്കാൾ വളരെ വലിയ ശേഷി രാജ്യത്തിനുണ്ടെന്നും അതിൽ പ്രസ്താവിച്ചു. സൈനിക തയ്യാറെടുപ്പുകൾക്കൊപ്പം ഇറാൻ നയതന്ത്ര പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഞായറാഴ്ച സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള തന്റെ സഹമന്ത്രിമാരുമായി പ്രത്യേകം ഫോൺ സംഭാഷണങ്ങൾ നടത്തി. ഈ ചർച്ചകൾ പ്രാദേശിക അന്തർദേശീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് US നിലപാടുകളും സാധ്യതകളും ഭീഷണികളും ചർച്ച ചെയ്തു. ഇറാനും USഉം തമ്മിലുള്ള വാഗ്വാദം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. US ആരംഭിക്കുന്ന ഏതൊരു യുദ്ധവും മേഖലയെ മുഴുവൻ വിഴുങ്ങുമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പെന്റഗണിൽ അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീറും തമ്മിലാണ് ചർച്ച നടന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള സുരക്ഷാ തന്ത്രങ്ങൾ രൂപീകരിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ കൂടുതൽ നാവികസേനയെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വാഷിംഗ്ടൺ മേഖലയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇറാനെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കുന്നതിനായി സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അത് വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കുമെന്നും ഇറാനും തിരിച്ചടിച്ചു. പെന്റഗണിലെ കൂടിക്കാഴ്ചയിൽ സൈനിക നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്തോ എന്ന് വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വാഷിംഗ്ടണിലെ സന്ദർശനം കഴിഞ്ഞ ഇയാൽ സമീർ തിരിച്ചെത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ സന്നദ്ധതയും പ്രവർത്തന പദ്ധതികളും പ്രതിരോധ മന്ത്രി അവലോകനം ചെയ്തു. ഇറാനെതിരായ സൈനിക നടപടിയിലേക്ക് അമേരിക്ക മുൻപത്തേക്കാൾ അടുത്തെത്തിയെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ അപ്രതീക്ഷിതമായി നീക്കങ്ങൾ നടത്തിയേക്കാമെന്നും ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം മുൻ മേധാവി പറഞ്ഞു. ഇറാൻ ഒരു യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നാണ് സാധാരണയായി കരുതുന്നതെങ്കിലും പ്രത്യാശാസ്ത്രപരമായ ഘടകങ്ങൾ അപ്രതീക്ഷിത തീരുമാനങ്ങളിലേക്ക് അവരെ നയിച്ചേക്കാം. ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന രീതിയിൽ ഇസ്രായേൽ സൈന്യം സജ്ജമാകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.